Hey guys, welcome back to our channel. So for the video like swagatham. So here we are going to discuss about the propagation of ZZ plant. Appo propagation ne kurichana parayan povunnu ZZ plant inde. Appo already njan ZZ plant inde care and കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ go and check it on my YouTube. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ let's move to the video. നമ്മുടെ CC പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡോറിൽ സെറ്റ് ചെയ്യണം നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ലീവ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഒരു ഗ്ലോസി ലുക്കാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഐ കാച്ചിങ് ആയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ്. അപ്പോൾ ഇതിന്റെ പ്രോപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മെത്തേഡാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെം കട്ടിങ്, രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫ് കട്ടിങ്, പിന്നെ അതുപോലെ തന്നെ ലീഫ് കട്ടിങ് വിത്ത് വാട്ടർ. ഒരെണ്ണം സോയിലും ഒരെണ്ണം വാട്ടറുമായിട്ടുള്ള 3 പ്രൊപ്പഗേഷനാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോണ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെം കട്ടിങ് മെത്തേഡിലൂടെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ ഈ ZZ പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് നമ്മളിത് ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് ഇപ്പോൾ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചേക്കണത്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റെം കട്ടിങ് മെത്തേഡ് സോയിലിൽ കൂടെ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വേറെ ഒരു ചട്ടിയിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എറപ്റ്റ് ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. വെറുതെ ഇങ്ങനെ പറിച്ചെടുക്കുക അല്ലെങ്കിൽ വലിച്ചെടുക്കുക അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മളൊരു നല്ല മൂർച്ചയുള്ള കത്രിക കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ നമുക്ക് നല്ലതേ ഈ ഒരു ലെവലിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് ഉള്ളിലേക്ക് മണ്ണിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇത് വെച്ച് നമുക്കൊരു 1 month വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ഈ ഒരു ഫിഗറിൽ നമുക്ക് നമ്മുടെ ഈ ഒരു CC പ്ലാന്റ് കിട്ടും നമുക്ക്. ഗൈസ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗേറ്റ് ത്രൂ ലീഫ് കട്ടിങ് ആണ് കേട്ടോ. ഇൻ സോയിലാണ്. അപ്പം ഞാൻ ഇപ്പോൾ അതേ 2 ലീഫാണ് എടുത്തേക്കണത്. ആ 2 ലീഫ് ഞാൻ ദേ മണ്ണിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ദേ കുഴിച്ച് മൂടി വെച്ചിട്ടുണ്ട്, നമ്മൾ സാധാരണ ചെടികളൊക്കെ നടണ പോലെ തന്നെ. അപ്പോൾ ഇനി ഇതും 1 month നമ്മൾ വെക്കുന്നത്. ഒരു 28 to 30 ഡേയ്സിനുള്ളിൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് നല്ലോണം വേരൊക്കെ വരുന്നത് കാണാം കേട്ടോ. ആ വേര് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് നമുക്ക് വെക്കാം. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ വാട്ടർ ആണ് കേട്ടോ. ലീഫ് കട്ടിങ് മെത്തേഡ് ത്രൂ വാട്ടറാണ്. അപ്പം നമ്മൾ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് വെച്ച് ഇപ്പോൾ നമ്മൾ മണി പ്ലാന്റ് അതുപോലെ തന്നെ ആഗ്ലോണിമ അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ ജസ്റ്റ് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് നമുക്ക് അതിനകത്ത് വേര് മുളയ്ക്കുന്നത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇതിൽ കൂടെയും ഈ ഒരു 2 ലീഫിൽ കൂടെയും നമുക്ക് അങ്ങനെ മുളപ്പിക്കാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളൊരു മാസത്തെ കാത്തിരിപ്പിന് ശേഷമേ നമുക്ക് ഇതേപോലെ കിട്ടുള്ളൂ. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അങ്ങനെ തന്നെ റിസൾട്ട് വരണമെന്നില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ജസ്റ്റ് ഗോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുള്ളൂ. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ലവ് യു ആൻഡ് ബൈ.